വാർത്തകളിലേക്ക്. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവരാനിരിക്കെ നിലമ്പൂരിലെ ബൈപ്പാസ് വിഷയത്തിൽ ഇടപെടലുമായി സർക്കാർ. 27 വർഷത്തോളമായി എവിടെയും എത്താത്ത പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ശ്രമം. ബൈപ്പാസിനായി 227 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരിക്കാൻ ആലോചിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, ഔദ്യോഗികമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും UDF ലീഗിന്റെ നേതൃത്വത്തിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രചാരണത്തിലേക്കൊക്കെ കടന്നതൊക്കെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിയിലൊക്കെ കടന്നിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൂടി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാകാം ഒരു നീക്കം വന്നിരിക്കുന്നു. 27 വർഷത്തോളമായി എവിടെയും എത്താത്ത ഒരു പദ്ധതി, അതിനൊരു പ്രശ്ന പരിഹാരത്തിന് കാണാൻ മുന്നോട്ട് നീങ്ങുകയാണ്, വഴി തേടുകയാണ് സർക്കാർ, അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. ഈ നിലമ്പൂരിലെ ബൈപ്പാസ് വിഷയം നമ്മൾ പലവട്ടവും നമ്മുടെ പല ചർച്ചകളിലും കൊണ്ടുവന്ന ഒന്നാണ്. ഞാനോട് ചോദിക്കാൻ ഉൾപ്പെടെയുള്ള പല പ്രോഗ്രാമിലും നമ്മളത് ഉൾപ്പെടുത്തി വിശദമായി പ്രേക്ഷകരിൽ എത്തിച്ചൊരു വിഷയമാണ്. അതൊന്നും അനങ്ങാപ്പാറ പോലെ നിന്ന സർക്കാരാണ് ഉപതെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ ഈ ഒരു ബൈപ്പാസിൻ്റെ പൂർത്തീകരണത്തിനായി ഇപ്പോൾ 227 കോടി രൂപ അനുവദിച്ചതായിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കുന്നത്. എന്താണെങ്കിലും ആ പ്രദേശവാസികളെ സംബന്ധിച്ചത് ആശ്വാസകരമായൊരു കാര്യമാണ്. പക്ഷേ അവർ മുൻപ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല വാഗ്ദാനങ്ങളും ലഭിച്ചവരാണ്. അങ്ങനെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പലപ്പോഴും വഞ്ചിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇത്തവണത്തെ സർക്കാരിൻ്റെ നീക്കം അവരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. 157 കുടുംബങ്ങളാണ് അവിടെയുള്ളത്. അവരുടെ വോട്ട് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഈ UDFന് ഒരു മേൽക്കൈ ഉണ്ടെന്ന് UDF അവകാശപ്പെടുമ്പോൾ പോലും സ്ഥാനാർത്ഥി നിർണയവും തുടർന്നുണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെയാണ് LDFിൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഓരോ വോട്ടും അവിടെ വിലപ്പെട്ടതാണെന്ന് LDFന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യുന്നു, അവർക്ക് അനുകൂലമായിട്ട് ഉറപ്പാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ബൈപ്പാസ് വിഷയത്തിൽ പരിഹാരം കാണാനുള്ള തീവ്ര ശ്രമം എന്ന് വേണം നമുക്ക് കരുതുവാൻ. എന്താണെങ്കിലും പ്രദേശവാസികളുടെ പ്രതികരണമൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭിക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞ 8 വർഷക്കാലം നിലമ്പൂരിൽ വികസനം കൊണ്ടുവന്നത് MLA അല്ല സർക്കാരാണെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഒക്കെയാണ് LDFിൻ്റെ ഭാഗത്തു നിന്നുള്ള മുഖ്യ ശ്രമങ്ങളായിട്ടുള്ളത്. അതിനെ സാധൂകരിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മറുവശത്ത് UDF ആകട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതുപോലെ 2 പേരുകളിൽ ചർച്ചകൾ നിൽക്കുകയാണ്. അത് VS ജോയിക്കും ആര്യ ഷൗക്കത്തിനും ഒരേപോലെ തന്നെ സാധ്യതകളുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം ഇഴകേറി പരിശോധിക്കുകയാണ് ഓരോ ഘടകങ്ങളും. പ്രത്യേകിച്ച് ഒരു മുഖാമുഖം, ഒരു ടൈറ്റ് മത്സരം വന്നു കഴിഞ്ഞാൽ ഓരോ വോട്ടും വിലപ്പെട്ടതാവുന്ന സാഹചര്യത്തിൽ PV അൻവറിന് അവിടെ സ്വന്തം നിലയിൽ നേടാൻ കഴിയുന്ന വോട്ടുകൾ അത് അനുകൂലമായി നിർത്തണമെങ്കിൽ ഏത് തരത്തിലുള്ള നിലപാടെടുക്കണം എന്ന കാര്യങ്ങൾ കൂടി UDFിൻ്റെ ആലോചനയിലുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളൊക്കെ UDF ക്യാമ്പിനെ സജീവമാക്കി നിർത്തുമ്പോഴാണ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളും എണ്ണമിട്ട് പറഞ്ഞുകൊണ്ട് പ്രചരണത്തിന് ഇറങ്ങാൻ LDF തയ്യാറെടുക്കുന്നത്. അതിലെ ആദ്യ പടിയായിട്ടുള്ള അല്ലെങ്കിൽ അതിലെ ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ആദ്യ നീക്കമാണ് ബൈപ്പാസിനായി 27 വർഷമായിട്ട് പകുതി അവസാനിപ്പിച്ച് കിടക്കുന്ന 157 കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുള്ള ആ പദ്ധതിക്ക് സർക്കാർ ഇപ്പോൾ പണം അനുവദിച്ചിട്ടുള്ളത്. ഇനി ഇത് പ്രായോഗിക തലത്തിൽ എപ്പോഴെത്തും എന്നുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. ഒരുപക്ഷെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രഖ്യാപനം മാത്രമായിട്ട് വീണ്ടും നിലനിൽക്കുമോ അതോ അതിനു മുൻപ് എന്തെങ്കിലും നീക്കുപോക്ക് നടക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ നിലമ്പൂരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വലിയ ഉദാഹരണമാക്കി ഉയർത്തി കാണിക്കുന്നതായിരിക്കും ഈ ഒരു ബൈപ്പാസിന് വേണ്ടി അനുവദിച്ച തുക. ആര്യ. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. 27 വർഷത്തോളമായി എവിടെയും എത്താത്ത ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ തിടുക്കപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുന്നത്. ബൈപ്പാസിനായി 227 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.